പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാർച്ച് 2026 ബന്ധപ്പെട്ട ആനുകാലികത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് ഓഫ് മാർച്ച് 2026. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി എന്നറിയാം അല്ലെ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഒക്കെ അറിയാലോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ വാരണാസിയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്, 2000 സ്വന്തമാക്കിയ ടീം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ ടീം. ജമ്മു കാശ്മീരിന്റെ കന്നി കിരീടമാണ്. അതുകൂടി അറിഞ്ഞിരിക്കുന്ന. ഫൈനലില് ആരെയാണ് തോൽപ്പിച്ചത്? ശക്തരായ കർണാടകയിലെ തന്നെ ഹുബ്ലിയിലെ KSCA സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലാണ് ശക്തരായ കർണാടകയെ ആദ്യ ഇന്നിങ്സിന്റെ ലീഡിന്റെ അടിസ്ഥാനത്തിലാണ് പരാജയപ്പെടുത്തിയത്. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരായിരുന്നു ജമ്മു കാശ്മീർ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ് ഡോഗ്രെ ആയിരുന്നു ജമ്മു കാശ്മീർ ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പോൾ 67 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജമ്മു കാശ്മീർ എന്ത് ചെയ്തത്? തങ്ങളുടെ ആദ്യ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. ആ വസ്തുതയും കൂടി അറിഞ്ഞിരിക്കണം. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനമാണ് നിർവഹിച്ചത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്. അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ബോധവത്കരണ ഗ്രഹ സംരക്ഷണ വർഷമായി UN ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ബോധവത്കരണ ഗ്രഹ സംരക്ഷണ വർഷമായി UN ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2029. കേരളത്തിൽ അന്താരാഷ്ട്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം നിലവിൽ വന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ കല്യാടാണ് കേരളത്തിൽ അന്താരാഷ്ട്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വന്ന് കണ്ണൂർ ജില്ലയിലെ കല്യാട്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായ ധന പദ്ധതിയാണ്. എക്സാമിന് ചോദിക്കും. രക്ഷാകവചം പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതി രക്ഷാകവചം പദ്ധതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഗ്രാഫീൻ നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഗ്രാഫീൻ നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വസതിയും സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ലയൺസ് ഡോർ എന്നാണ്. ഓപ്പറേഷൻ ലയൺസ് ഡോർ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വസതിയെയും അതുപോലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ലയൺസ് ഡോർ. അടുത്തത്, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ച പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ച പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന അമേരിക്ക നടത്തിയ ആക്രമണമാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. T20 ലോകകപ്പ് റൺ ചേസിംഗിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് നമുക്കറിയാം സഞ്ജു സാംസൺ ആണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് സഞ്ജു സാംസൺ 97 റൺസ് കരസ്ഥമാക്കിയത്. ഇറാന്റെ ഇടക്കാല ഭരണത്തിനായുള്ള പരമോന്നത സമിതിയുടെ തലവനായി ചുമതലയേറ്റത് അലിറേസ അറാഫി ആയിരുന്നു. ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇമ്പോർട്ടന്റ് ആണ്. മൈ ജേർണി ത്രൂ ഗാന്ധി വില്ലേജ്. രമേശ് ചെന്നിത്തലയാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്.
കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് CBG പ്ലാന്റ് സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത്. താളിയോല ഗവേഷണങ്ങൾക്കായി ഇന്റർനാഷണൽ ആർക്കൈവ്സ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. താളിയോല ഗവേഷണങ്ങൾക്കായിട്ടാണ് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്തത് മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024 ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നമുക്കറിയാം സ്വരാജ് ട്രോഫി നൽകാറുണ്ട് മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ച് ഏറ്റവും മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനെയാണ്. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്ത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തും ഏറ്റവും മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ നഗരസഭയും. മികച്ച ഗ്രാമപഞ്ചായത്തുകൾ 1-ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നേമവുമാണ്. അപ്പോൾ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചതിൽ ഏറ്റവും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്, ഏറ്റവും മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ നഗരസഭയും മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ 1-ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ നേമം ബ്ലോക്ക് പഞ്ചായത്തുമാണ്. കേരള സംസ്ഥാന സർക്കാർ പുതുതായി നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ VP ജോയി ആണ്. കേരള സംസ്ഥാന സർക്കാർ പുതുതായി നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ VP ജോയി. അടുത്തത് പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം ആക്കുവാൻ തീരുമാനിച്ച നഗരസഭയാണ് കൊച്ചി നഗരസഭയാണ്. പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം ആക്കുവാനായിട്ട് തീരുമാനിച്ച നഗരസഭയാണ് കൊച്ചി നഗരസഭ. അടുത്തത് കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ കേരളം വനം വകുപ്പ് പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫോർസൈറ്റ് എന്നാണ്. ഫോർസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ കേരളം വനം വകുപ്പ് പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. ഗോവൻ ഫെനിയുടെ മാതൃകയിൽ കശുവണ്ടിപ്പഴത്തിൽ നിന്നും കേരളം സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡാണ് കെ ഫെനി എന്ന് പറയുന്നത്. ഗോവൻ ഫെനിയുടെ മാതൃകയിൽ കശുവണ്ടിപ്പഴത്തിൽ നിന്നും കേരളം സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡാണ് കെ ഫെനി. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി നിങ്ങൾക്കറിയാം DGP റവാഡ ചന്ദ്രശേഖർ ആണെന്നറിയാം. അടുത്ത അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന നടത്തിയ സൈനിക നീക്കത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ്. എന്താണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന നടത്തിയ സൈനിക നീക്കമാണ്. എന്താണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക്? MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് നിയമസഭയാണ്. ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കറിയാം. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ്. അടുത്തത് മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ സ്കൂൾ എക്സാമിന് ചോദിക്കും. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറിയ സ്കൂള്. നമുക്കറിയാം രാഷ്ട്രപതി ഭവന് മുന്നില് ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിരുന്ന എഡ്വിൻ ലുട്ടിൻസിന്റെ പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമയ്ക്ക് പകരം ആരുടെ പ്രതിമയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? സി രാജഗോപാലാചാര്യയുടെ പ്രതിമയാണ് സ്ഥാപിച്ചതെന്നറിയ. സി രാജഗോപാലാചാര്യയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന സംവിധാനം ഡിജിറ്റൽ റവന്യൂ കാർഡാണ്. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന സംവിധാനം ഡിജിറ്റൽ റവന്യൂ കാർഡ്. യുനെസ്കോയുടെ ലോക പൈതൃക പദവിയിലുള്ള അല്ലെങ്കിൽ പൈതൃക പദവിയുടെ താത്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിൽ നിന്നുള്ള ബ്രിഡ്ജ് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ആണ്. ലിവിംഗ് റൂട്ട് പാലമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുടെ താത്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിൽ നിന്നുള്ള ബ്രിഡ്ജാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്.
ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായ മിലാൻ 2026 വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനാണ് നടന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ശ്രീലങ്കയോട് അടുത്ത് വെച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചിട്ട് ഇറാന്റെ കപ്പലൊക്കെ ആക്രമിക്കപ്പെടുന്നത് അല്ലെ. അമേരിക്ക അയച്ച് കുറേയധികം നാവികരൊക്കെ കൊല്ലപ്പെട്ടതൊക്കെ നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മിലൻ 2026 ആണ് ഇതിന് വേദിയായത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനമായിരുന്നു മിലൻ 2026. അടുത്തത്, ഇറ്റലിയിൽ നടന്ന ശൈത്യകാല ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം. ഇപ്പൊ ഇറ്റലിയിലാണ് ശൈത്യകാല ഒളിമ്പിക്സ് നടന്നത്. മെഡൽ നിലയിൽ ഒന്നാമതെത്തിയത് നോർവേ ആണ്. 41 മെഡലുകളാണ് നോർവേ കരസ്ഥമാക്കിയത്. ഇറാനും റഷ്യയും ചൈനയും ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസം. ഈ ഹോർമൂസ് കടലിടുക്ക് ഇന്നത്തെ കാലത്ത് വളരെയധികം, ഈ യുദ്ധത്തിന്റെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നൊക്കെ നമുക്കറിയാം. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചൊക്കെ കുറേയധികം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇറാനും റഷ്യയും ചൈനയും ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസം ഇമ്പോർട്ടന്റ് ആണ്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്നാണ്. ഇറാനും റഷ്യയും ചൈനയുമാണ് സംയുക്തമായിട്ട് നടത്തുന്ന നാവിക അഭ്യാസമാണ് മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ്. ഗാസയിലെ കുട്ടികൾ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭനാണ്. ഗാസയിലെ കുട്ടികൾ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഗ്രാഫീൻ നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം കേരളമാണെന്നും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2026 മാർച്ച് മാസത്തെ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് മനസ്സിലാക്കി. ഇനിയുള്ള എല്ലാ എക്സാമിനെയും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.